നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹർ. വേടൻ സെൻസേഷൻ അംഗം തുടങ്ങിയിട്ട് 4-5 ദിവസമായി. പിടിച്ചത് 6 ഗ്രാം കഞ്ചാവാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരേണ്ട വകുപ്പ്. അപ്പോഴാണ് കഴുത്തിലെ ലോക്കറ്റിൽ പിടിച്ച് ഉദ്യോഗസ്ഥ കൂട്ടത്തിൻ്റെ ലോക്ക്. സംഗതി പുലിപ്പലത്രേ. സീരിയസ് ആണ്. ചാർത്തിയ വകുപ്പെല്ലാം 7 വർഷം വരെ തടവ് കിട്ടാവുന്നത്. നിയമത്തിൻ്റെ സാങ്കേതികത പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാമായിരിക്കാം. പക്ഷേ ഈ കേരളത്തിൽ അത് ആദ്യമായാണല്ലോ പുലിപ്പല്ല് കോർത്ത് ലോക്കറ്റിൽ കഴുത്തിൽ അണിയുന്നത്. ആനക്കൊമ്പ് പുലിപ്പല്ലൊക്കെ മലയാളികൾക്ക് അന്യമാണല്ലോ. ഒന്നുമില്ലെങ്കിൽ മറ്റൊന്നിൽ കുടുക്കി അടങ്ങുന്നുള്ള ശാഠ്യം പുലിപ്പല്ലിനുണ്ട്. കുറ്റകൃത്യങ്ങളെ സ്ഥാപിച്ചെടുത്ത് പൊതുബോധത്തിന് ന്യായങ്ങൾ ചമയ്ക്കുന്ന മേധാവിത്വ ശക്തിയുടെ സ്ഥിരം ഏർപ്പാടാണ്. അതുകൊണ്ടാണ് മഹാനടൻ്റെ ആനക്കൊമ്പ് തൽക്കാലം സ്വീകരണ മുറിയിൽ ഇരിക്കുന്നതും വേടൻ അപരാധിയാകുന്നതും. പക്ഷേ ഈ വനം വകുപ്പിന് ചേരുന്നതാണോ ഈ പ്രവൃത്തി? ലഹരിക്കടിമപ്പെട്ട ഫുട്ബോൾ ഇതിഹാസത്തിന് ഫിഡൽ കാസ്ട്രോ പുനർജന്മം നേടിക്കൊടുത്ത ചരിത്രം ഓർക്കുന്നു. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യലാണ്. സാമൂഹ്യ പ്രവർത്തക, ബിസിനസ് വനിത, അതിനേക്കാളൊക്കെ ഉപരി സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായിട്ട് നിലപാട് പറയുന്ന വ്യക്തി. സ്വാഗതം ചെയ്യുന്നു ഷാലിൻ എലീസ് എബി. സ്വാഗതം ഷാലിൻ ചേച്ചി. താങ്ക് യു മോളെ. ഓക്കെ, ആദ്യം തന്നെ പ്രേക്ഷകരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് പേരിൻ്റെ ഒരു വ്യത്യസ്തത. മറ്റാർക്കും തന്നെ ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളൊക്കെ ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ പേര് സ്വീകരിച്ചു, എന്തുകൊണ്ടാണ് ഈ പേരിടാൻ കാരണമായത്, നമ്മൾ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഒത്തിരി സന്തോഷം ന്യൂസ് 18 ഈ ഒരു പ്രോഗ്രാമിൽ നാദിറയോടൊപ്പം പങ്കുവെക്കാനിടയായി. സന്തോഷം. അത് ഷാലിൻ എലീസ് എബി നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ കുടുംബ പേരോ ജാതിപ്പേരോ ഒക്കെ ഇട്ടിട്ടാണ് കൂടുതൽ വരിക. അത് കഴിഞ്ഞ് വിവാഹ ജീവിതം കഴിയുമ്പോൾ പലയിടങ്ങളിലും നിർബന്ധിതയാക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ പേര് ചേർത്ത് വെക്കാൻ. ചില വിസയുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അങ്ങനെയാണ്. ഇപ്പം അങ്ങനെ ഇല്ല. എന്നിരുന്നാൽ പോലും എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഞാൻ എൻ്റെ മക്കളുടെ പേരാണ് കേട്ടോ എലിസേബിയും. എൻ്റെ മക്കളുടെ പേര് ഞാൻ എൻ്റെ പേരോടൊപ്പം ചേർത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7-8 വർഷത്തോളമായി. കാരണം ഞങ്ങൾ 3 പേര് മാത്രമായിരുന്ന ഒരു ലോകത്ത് എന്നെ ഇന്ന് ഈ നിങ്ങളുടെ മുൻപിൽ ഞാനായി ഇരിക്കുന്നത് എൻ്റെ എന്താ പറയുക, എനിക്ക് എൻ്റെ ശരിക്കും എന്നെ താങ്ങി നിർത്തുന്നതും എൻ്റെ കെയർ ടേക്കേഴ്സും എൻ്റെ മക്കളാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ എൻ്റെ കൂടെ നിന്നത് എൻ്റെ മക്കളാണ്. അപ്പോൾ ഒറ്റയ്ക്കായി പോയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളോടൊപ്പം ഇല്ലാത്തവരുടെ പേരല്ല, നമ്മളോടൊപ്പം നിൽക്കുന്നവരുടെ പേരിൽ, പിന്നെ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഒരമ്മ എന്ന നിലയിൽ. സോ അതുകൊണ്ടാണ് എൻ്റെ മക്കളുടെ പേര് എലിസും എബിയും എന്നോടൊപ്പം ചേർന്ന് ഷാലിൻ എലീസ് എബി ആയത്. ഓക്കെ, ഒത്തിരി പ്രചോദനമുള്ള വാക്കുകളാണ്. പ്രത്യേകിച്ച് മറ്റാരും ഇത്തരത്തിൽ മക്കളുടെ പേര് സ്വീകരിച്ച ഒരു അമ്മയെ നമുക്ക് അറിയപ്പെടാൻ സാധിക്കില്ല. അതിലൊത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ അറിയപ്പെടുന്നതിൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വ്യത്യസ്തമായ മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാലിൻ ചേച്ചി. അപ്പം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ്. അങ്ങനെ ആയിരുന്നു ഷാലിൻ ചേച്ചി എത്തുന്നത്? കാരണം കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട ഒരു ജീവിതമാണ് ഇപ്പം നടത്തുന്നതിൽ, ആ ഒരു മേഖലയിലാണ് സജീവമായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട ഒരു ജീവിതത്തിൽ ഞാൻ കുറേ നാൾ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് ആണ് നമ്മളെ പലപ്പോഴും നമ്മളാക്കി മാറ്റുന്നത്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ക്രൈസിസിൽ അവിടെ പലപ്പോഴും ഒരു തോൽവിയെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ അവിടെ തോറ്റ് അവിടെ തന്നെ വീണ് കിടക്കാതെ ജയിക്കാനുള്ള ഒരു വഴി തേടി എന്നുള്ളതാണ്. ഞാൻ അവിടെ തിരിച്ചറിയുന്ന ഒരു കാര്യം, മരിക്കാൻ ഭയങ്കര പാടും ജീവിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ജീവിക്കാനുള്ള വഴികൾ തേടിയപ്പോൾ ആ തേടുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്തി. അങ്ങനെ ഇന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സംരംഭത്തിലായാലും ആയിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തന ജീവിതത്തിലായാലും വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും അതിൽ ഹാപ്പിയാണ് ഞാൻ. ഉറപ്പായിട്ടും. അപ്പോൾ കുട്ടിക്കാലത്ത് എന്തായിരുന്നു സ്വപ്നം? കുട്ടിക്കാലത്ത് നമ്മൾ ഇന്നൊരാളാകണം, ഇല്ല ഇന്ന മേഖലയിലാണ് എൻ്റെ ജീവിതം ഉണ്ടാകേണ്ടതെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പം അതെന്തായിരുന്നു ആ ആഗ്രഹം? എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ആഗ്രഹം പറക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു, അതിൽ ബിരുദം എടുത്തു, വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അന്നും കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ വല്യമ്മച്ചിയാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഭയങ്കര ഒരു സാമൂഹ്യ, അതായത് ഒത്തിരി പേരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വല്യമ്മച്ചിയുടെ ആ ഒരു സ്വപ്നം കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഈ ഒരു 50 അടുക്കുന്ന പ്രായത്തിലും അത് ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്. ജോലി മാത്രമേ മാറിയുള്ളൂ, പക്ഷേ ജീവിതത്തിലെ ഉദ്ദേശങ്ങളും ശുദ്ധികളും അങ്ങനെ പോകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മേഖലയിലേക്ക് കടക്കാം. കുറേ അധികം മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാലിൻ. എനിക്ക് തോന്നുന്നു ബിസിനസ് വനിതയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, QR അലയാണ്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ നിൽക്കുന്ന ഒരു ഷാലിനെ നമ്മുടെ പ്രേക്ഷകരോട് ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നതെന്ന് പങ്കുവയ്ക്കാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഈ
എല്ലാവർക്കും ഉള്ളതുപോലെ 24 മണിക്കൂറാണ് എനിക്കുള്ളത്. ഞാൻ 5:30 മണിക്ക് എഴുന്നേക്കും. 6:30 മണിയാകുമ്പോഴേക്കും എൻ്റെ കിച്ചണിൽ കയറും. 6:30 മണി മുതൽ 10:30 മണി വരെ എൻ്റെ ചുറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പുറകിലായിരിക്കും. 10:30 മണി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെലിവറിയും കഴിഞ്ഞ് 11:30 12 മണിയാകുമ്പോഴും ഐഫ്രൂട്ട് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റാണ് എൻ്റെ ഷോപ്പിലേക്ക് ഞാൻ വരും. എൻ്റെ ഷോപ്പിൽ തന്നെ എനിക്കൊരു വാർഡ്രോബ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതും എൻ്റെ ഷോപ്പിനകത്ത് തന്നെയാണ്. പിന്നീട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഈ പറഞ്ഞ എന്താ പറയുന്നത്, ഈ ആൺ പെൺ എന്ന് പറയുന്നത് പോലെ തന്നെ ചേർത്ത് പിടിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി. അത് ഇന്നിവിടെ ഉള്ളതാണ്. 3 കമ്മ്യൂണിറ്റികളും ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ അതിലും ഒരാളായിരിക്കുക, അവരോടൊപ്പം ചേർന്നിരിക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കയ്യിൽ ആൺ സുഹൃത്തുക്കളും ഉണ്ട്, പെൺ സുഹൃത്തുക്കളും ഉണ്ട്, ട്രാൻസ് കമ്മ്യൂണിറ്റികളും ഉണ്ട്. അപ്പോൾ ഈ 3 പേരുടെ വിഷയത്തിലും ഇടപെടാറുണ്ട്. അങ്ങനെയാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് മുന്നോട്ടിരുന്നത്. പിന്നെ ഞാൻ കുറേ ഓട്ടിസ്റ്റിക്കായുള്ള കുഞ്ഞുങ്ങൾ, ബ്ലൈൻഡ് ആയിട്ടുള്ള മക്കൾ, അതുപോലെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെയൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇതെല്ലാം ചേർത്ത് പിടിക്കൽ നടക്കുന്നത് ഈ സമയത്താണ്. പിന്നെ ഒരു 11-11:30 ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്ത്രീ അവളുടെ യാത്രയിൽ അവൾ ചേർത്ത് പിടിക്കുന്നതിനെ ബിസിനസ്സാക്കിയും അതുപോലെ കിട്ടുന്ന സമയം സാമൂഹ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നിനും ഓരോ പേരിട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് പല മേഖലകളായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോരാട്ടം നയിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്. നല്ല ചലഞ്ചിങ് ആണ്. അപ്പം അത്തരം ചലഞ്ചിങ് ഒക്കെ കടന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് ശാലിൻ. എനിക്ക് വ്യക്തമായിട്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ. അപ്പം അത്തരം ചലഞ്ചിങ് ഒക്കെ ഇനി വരുന്ന അപ്കമിങ് ആയിട്ടുള്ള എന്റർപ്രണർ ആയിട്ടുള്ള ആളുകളോട് എന്താണ് ശാലിന് പറയാനുള്ളത്? അത് ആക്ച്വലി ഞാൻ പറയുന്നത് ഏതൊരു സ്ത്രീ എന്ന് മാത്രമല്ല കേട്ടോ, ചലഞ്ചിങ് എല്ലാവർക്കും ഉണ്ട്. ചലഞ്ച് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മാത്രം വിഷയമാക്കുമ്പോഴാണ് നമ്മളതിനെ ഭയങ്കരമാക്കുക. ഏതൊരു വ്യക്തിക്കും ചലഞ്ചിങ് ഉണ്ട്. ആ ചലഞ്ചിങ്ങിൽ അതെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വീഴ്ചയാണ്. ആ ചലഞ്ചിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കുഴിയിൽ വീണ് പോകും. അവിടെ 2 കാലും ഒരുമിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കാലെടുത്ത് മുന്നേ വെച്ചാൽ മാത്രമേ മറ്റേ കാല് അതിനോടൊപ്പം ഉയർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതൊരു വ്യക്തിയോടും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങളൊരു പോകുന്ന വഴിയിൽ നിങ്ങൾക്കൊരു വീഴ്ച ഉണ്ടായാലും ഒരു ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിലെന്താണ് നിങ്ങൾക്ക് പാകപ്പിഴയുണ്ടായി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത കാലെടുത്ത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. തിരിഞ്ഞു നോക്കാനുള്ളതല്ല. തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുഴി കിടക്കത്തേ ഉള്ളൂ. യു ഷുഡ് ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ വാട്ട് എവർ. എന്തൊക്കെ ക്രൈസിസ് പോയാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഉറപ്പായിട്ടും. എനിക്കെപ്പോഴും ഒരു സംശയമാണുള്ളത്, നമുക്ക് പലപ്പോഴും നമ്മുടെ പിറകിലൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാവും ലൈഫിൽ. പക്ഷേ ശാലിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ആളല്ല. ഒറ്റയ്ക്ക് പോരാട്ടം നയിച്ച് മുന്നോട്ട് വന്നതാണ്. 2 കുട്ടികളുമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് താമസം മാറിയൊരു വ്യക്തിയാണ്. ആ ജീവിത യാത്രയെപ്പറ്റി പറയുമ്പോഴത്തേക്കും വലിയൊരു സങ്കടം തന്നെ മുന്നിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അതിനെ ടോളറേറ്റ് ചെയ്യുന്നത്? അതിപ്പോൾ ചോദിക്കുമ്പോൾ പോലും ഞാൻ ഈ ചോദ്യങ്ങളെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനിതിനെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതൊരു വല്ലാത്ത യാത്രയാണ്. കാരണം 14, 11 അതുപോലെ ഒരു 36 ഒറ്റപ്പെട്ടു പോയ വ്യക്തികളാണ് ഞങ്ങൾ അതേ പ്രായങ്ങളിൽ. അവിടെ നിന്ന് ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര ഇന്നിപ്പോൾ 27, 24, 50 അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒത്തിരി സ്ട്രഗിൾസ് വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫിസിക്കലി നമുക്ക് മറ്റു പെട്ടെന്ന് പേരറിയപ്പെടുന്ന ആരും നമ്മുടെ കൂടെ ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് വളർന്നത്. ഞങ്ങൾ 3 പേരും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് അവിടെ ഉണ്ടായി. ഇന്നും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, എവിടെയെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ട് പോയാൽ, ഇപ്പോൾ അമ്മ സ്ത്രീയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ചർച്ചയാക്കുന്നത്. സ്ത്രീ ഒറ്റപ്പെട്ട് പോയാൽ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ കൂടെ ചേർത്ത് പിടിക്കണം, മക്കളോട് സംസാരിക്കണം, തുറന്ന് സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അതിനെ നേരിട്ടു. ഞങ്ങൾ ഒന്നായി നേരിട്ടത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മാറുന്നത്. പിന്നെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ നല്ല സൗഹൃദങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല സൗഹൃദങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഇന്ന് ഒരു സ്ത്രീ എന്നല്ല, ഒരു വ്യക്തിയും ഇന്ന് ഇന്ത്യയിൽ ജീവിക്കാൻ പേടിക്കേണ്ട, പ്രത്യേകിച്ച് കേരളത്തിൽ നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും അവരെ കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വി ആർ നോട്ട് അലോൺ, എസ്പെഷ്യലി ഇൻ കേരള. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി സന്തോഷം. അതിലേറെ പ്രചോദനം നൽകുന്ന വാക്കുകൾ തന്നെയാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് 2 പേരാണ്, എലീസ ആൻഡ് എബി. 2 പേരും പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു 2 പേരും? മക്കൾ 2 പേരും, മൂത്തയാൾ ഇപ്പോൾ ഫാം ഡി കഴിഞ്ഞു, ഡോക്ടർ എന്നുള്ള പേര് മുന്നിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അയാളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്.
ഡൽഹിയിലായിരുന്നു, ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്. കൊച്ചാൾ എബി ഇപ്പോൾ കഫേ OTT എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊച്ചി കളമശ്ശേരിയിൽ കുസാറ്റിനടുത്ത്, അയാളും അയാളുടെ രണ്ടുപേരുടെ സ്വപ്നങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും. ശാലിനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമാണ് ടിഫിൻ ബോക്സ് എന്നുള്ളൊരു പരിപാടി. ഞാനൊക്കെ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കണ്ട പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ടിഫിൻ നിറയ്ക്കുന്നതും അത് ഭക്ഷണം വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഇത്രയും 100 കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വലുതാണ്. ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാമോ? ഇപ്പോൾ എനിക്കത് ഇരട്ടി സന്തോഷം. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ന്യൂസ് 18 സ്ത്രീയോട് പറയാനുള്ളത് 5 വയസ്സിൽ താഴെയുള്ള 6 മക്കളുണ്ട്. അതുപോലെ 65 വയസ്സ് കഴിഞ്ഞ 19 പേരുണ്ട്. അവരെ രണ്ടുപേരും ഒരേപോലെ നോക്കേണ്ട ആളുകളാണ്. ഇതിനിടയിലാണ് ബാക്കി വരുന്നവരും. ഏകദേശം 140ഓളം പേരാണ് നമ്മുടെ ചോറ്റുപാത്രം കുടുംബത്തിലുള്ളത്. അതൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ചോറ്റുപാത്രം ഇല്ലാത്ത ദിവസങ്ങൾ കണ്ണുകളും ഈറനണിയും നമ്മൾ ഭയങ്കര മടിയായിരിക്കും. ചോറ്റുപാത്രം എന്ന് പറയുന്നത് ഇന്നും ഇപ്പം 4.5 വർഷം പിന്നിടുന്നു, ഇന്നും അതൊരു വികാരം തന്നെയാണ്. അതൊരു ബിസിനസ്സല്ല, ചോറ്റുപാത്രം തന്നെയാണ് 3 പേർ മാത്രം ഉണ്ടായിരുന്ന ഞങ്ങളെ ഇന്നൊരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാക്കിയത്. സോ ഇറ്റ്സ് മൈ ലൈഫ്. ശാലിനി ചേച്ചി 2 പേരുടെ മാത്രം അമ്മയല്ല, ഒരു കൂട്ടം 100 കണക്കിന് മനുഷ്യരുടെ അമ്മ കൂടിയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ക്യൂർ അലയാണ്, ഈ പറഞ്ഞ ക്യൂർ മനുഷ്യരുമായിട്ട് അടുത്തു നിൽക്കുന്ന വളരെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള വ്യക്തി കൂടിയാണ് ശാലിനി ചേച്ചി. പക്ഷേ നമ്മൾ പലപ്പോഴും അത്തരം ആളുകളുടെ അടുപ്പം നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് വലിയൊരു വെല്ലുവിളിയാണ്. എന്തുകൊണ്ട് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുള്ള വലിയൊരു ചോദ്യം നമുക്ക് മുൻകാലങ്ങളിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരോട് എന്താണ് പറഞ്ഞിരുന്നത്? അന്ന് അവർക്ക് എന്തായിരുന്നു മറുപടി കൊടുത്തിരുന്നത്? എനിക്ക് ഒരു കാര്യം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെ വേറെ ഒരു വേർതിരിവുകളൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യൻ, മൃഗം, മനുഷ്യനായിട്ട് കാണുക എല്ലാവരെയും എന്നുള്ളത്. മനുഷ്യനിലാണ് മൃഗത്തെ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവരും മനുഷ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ ഞാൻ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ ക്യൂർ വ്യക്തികളോടൊപ്പം ജീവിക്കുകയായിരുന്നു. എൻ്റെ മക്കളും അതിനോടൊപ്പം ജീവിക്കുക. എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും എൻ്റെ മക്കളാണ് കൂടുതൽ. എന്തൊരു ആക്ടിവിറ്റി വന്നാൽ പോലും അവരെന്നോടൊപ്പം മുന്നിലുണ്ട്. ഇന്നേ വരെ ഞാൻ അവരോട് പറയേണ്ടി വന്നിട്ടില്ല അവരോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറണം, എടുക്കണമെന്നുള്ളത്. നമ്മൾ ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിച്ച് തുടങ്ങിയാൽ ആരോടും നമ്മൾ പറയേണ്ടി വരില്ല. ഇവരോട് ഇങ്ങനെ പെരുമാറരുതെന്നൊന്നും പറയേണ്ടി വരില്ല. മനുഷ്യനായി കണ്ടാൽ മതി. അപ്പോൾ പിന്നെ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. പിന്നെ ഈ വെല്ലുവിളികളും പലരും ചോദിച്ചിട്ടുണ്ട്, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയും ചില സമയത്ത് ഞാനും അങ്ങനെയാണ്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥയിൽ സ്ത്രീയാണ് ജന്മം കൊണ്ട് വളർന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഒരു പുരുഷൻ ചെയ്യേണ്ടതുപോലെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ട്രാൻസ് എന്ന് പറയുന്ന വ്യക്തികളെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു കാര്യം, അവിടെ ഒരു പുരുഷൻ്റെ ഒരു സത്ത അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സത്ത തിരിച്ചറിഞ്ഞപ്പോൾ അവരതിനു വേണ്ടി അവർ നിലപാടുകളെടുത്ത് അതിലേക്ക് മാറിയവരാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ഒരു സ്ത്രീയും പുരുഷനും ഒക്കെ ആകാറുണ്ട്. എൻ്റെ മക്കൾക്ക് അപ്പനും അമ്മയൊക്കെ ഞാൻ തന്നെ, എൻ്റെ വീടിൻ്റെ ഗൃഹനാഥൻ ഞാനാണ്. അപ്പോൾ എന്നിലുമുണ്ട് ഒരു ട്രാൻസ് എന്ന് പറയുന്നൊരു വ്യക്തിത്വം. സോ ബി എ ഹ്യൂമൻ. സോ എല്ലാവരോടും അത്രയേ ഉള്ളൂ പറയാനായിട്ട്. പ്രത്യേകിച്ച് അതിൽ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, വലിയ അഭിമാനം തോന്നുന്നു. കാരണം എങ്ങനെ ഒരു കുട്ടീനെ വളർത്തണം, അവരെ എങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് പ്രതിഫലിപ്പിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജീവിച്ച് കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശാലിനി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി ഏത് മേഖലയിലേക്ക് കടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇതും കൂടി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സാധ്യത കൂടി നമ്മൾക്ക് ലൈഫിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് എന്താണ് ഇനി? എനിക്ക് വേറൊരു കാര്യമല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവണം. എസ്പെഷ്യലി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അത് ഓരോ വ്യക്തിയും ആകേണ്ടതാണ്. ഓരോ വ്യക്തിയുടെയും അത് പ്രായമൊന്നും അതിന് വിഷയമുള്ള കാര്യമല്ല കേട്ടോ. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ തിരിച്ചറിവുകളുടെ സമയത്തായി തുടങ്ങണം. ആ ഒരു ഇൻഡിപെൻഡൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന തിരിച്ചടികൾ നമ്മൾക്ക് അത് എഴുന്നേക്കാൻ പറ്റും. ആ തിരിച്ചടികൾ എഴുന്നേക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ ഞാൻ എപ്പോഴും പറയുന്നത് നൗ ഡേയ്സ് ഐ എം ഗെറ്റിംഗ് മോർ എക്സ്പെൻസീവ് എന്നാണ്. കാരണം ഇപ്പോൾ എനിക്ക് സാധാരണ ഒരു വ്യക്തിയെ പോലെ എൻ്റെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. അപ്പോഴും നമ്മളെല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് എന്നാൽ പിന്നെ ഒന്നും ചെയ്യണ്ട. പക്ഷേ അവിടെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടെന്ന് പറഞ്ഞിട്ട്. സോ
ആത്മഹത്യ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ജീവിക്കാൻ ഒരുപാട് വഴിയുണ്ട്. ആ വഴി നമുക്ക് പറ്റുന്നത് തിരഞ്ഞെടുക്കാനും നമ്മളുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു 3 മണിക്കൂറോളം എനിക്ക് സമയമുണ്ട്. അപ്പോൾ എനിക്ക് പണം വേണം. അപ്പോൾ ആ പണത്തിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു പുതിയ കോൺസെപ്റ്റാണ് ₹1 ബ്രാൻഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പോൾ 2-3 ദിവസമായുള്ളൂ അത്. അതിലേക്ക് ഞാൻ വരുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് തോന്നുന്നു സോഷ്യൽ മീഡിയയിലേക്ക് വളരെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ പോലെ. അപ്പം അത് വളരെ വ്യത്യസ്തമായൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു ബിസിനസ് ഐഡിയ കൂടിയാണ്. അത് വലിയ രീതിയിൽ കുറേ അധികം മനുഷ്യരെ സഹായിക്കുന്നു എന്നുള്ള വലിയൊരു നേട്ടം കൂടിയുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, ആക്ച്വലി ₹1 ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരൊന്നും ഞാൻ മാറ്റി നിർത്തിയിട്ടല്ല പറയുന്നത്. അവരൊക്കെ ഒരുപാട് അവരുടെ കഷ്ടപ്പാടുകളിൽ തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്നിട്ടുള്ളത്. പൊട്ടി മുളച്ചവരുമുണ്ട്. അവരൊക്കെ അതിൻ്റെ പേരിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. യൂട്യൂബേഴ്സിനെ ഞാൻ ഹാറ്റ്സ് ഓഫ്, കാരണം അത് ഭയങ്കര പെയിൻഫുള്ളാണ്. എനിക്ക് പറ്റാത്ത പണിയാണ്. പക്ഷേ ഇവിടെയും നിങ്ങളെ തേടി വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത കുറേ പേരുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ₹1 ബ്രാൻഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെയാണ്. സാധാരണക്കാരായ ആളുകളും ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ബ്രാൻഡിനെ പുറം ലോകം അറിയാൻ. അവരുടെ ബ്രാൻഡിനെ പുറം ലോകം അറിയിക്കാനുള്ള ഒരു കാര്യമാണ്. ഒരാളോട് ഞാൻ നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നു, നിങ്ങളെ ഞാൻ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഐ എം നോട്ട് ഡൂയിങ് ദ ബ്രാൻഡ് പ്രൊമോഷൻ. നിങ്ങൾക്ക് സാധിക്കാത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. മറ്റുള്ളവരുടെ ശബ്ദമാവുക എന്നുള്ളത് മാത്രമാണ് ₹1 ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു ഐഡിയ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിൻ്റെ മാത്രം പ്രൊമോഷനല്ല, ആ വ്യക്തിയും കൂടി ബ്രാൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഐഡിയ മുന്നോട്ട് വരുന്നത്. എല്ലാവിധ സപ്പോർട്ടും പിന്തുണയൊക്കെ ന്യൂസ് 8ൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ശാലിനി ചേച്ചി പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു സിംഗിൾ പാരൻറ്റിങ് വലിയൊരു സ്ട്രഗിളിങ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് വളരെ കുട്ടികളായിരിക്കുന്ന സമയത്താണ് അതിലേക്ക് കടക്കുന്നത്. എന്ത് തോന്നി ആ സമയത്ത്? കാരണം പ്രത്യേകിച്ച് മറ്റൊരു പിന്തുണ ഇല്ലാത്തൊരവസ്ഥ, കുടുംബത്തിൻ്റെയോ സപ്പോർട്ടോ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഇത് കടന്നു പോകാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു? അത് ഞാൻ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമുണ്ട്, ആർ യു എ സക്സസ്ഫുൾ വുമൺ ഓർ ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ എന്നൊക്കെ പറഞ്ഞ് സക്സസ്ഫുൾ ഓൺട്രപ്രണർ അവാർഡൊക്കെ തരുമ്പോൾ ഞാൻ ഉള്ളിൽ ഞാൻ ചിന്തിക്കുന്നതാണ്, ഒരു ഓൺട്രപ്രണർഷിപ്പിൽ അത്രയും സക്സസ്ഫുള്ളായിട്ട് എനിക്ക് കഴിയാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു സക്സസ്ഫുൾ മദർ ആണോ എന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും ഞാൻ അടിപ്പതറിപ്പോയിട്ടുണ്ട്. എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ലൈഫ് തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും സപ്പോർട്ട് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, നമുക്കെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകും. കാരണം ഒരു യുവതലമുറയാണ് എൻ്റെ മുൻപിലുണ്ടായിരുന്നത്. അത് ഒരു അഡോളസൻറ്റ് സ്റ്റേജിലേക്ക് വരുന്ന 2 കുഞ്ഞുങ്ങൾ, അതും പ്രത്യേകിച്ച് പിന്തുണയില്ലാതെ ഒരു മെട്രോ സിറ്റിക്കകത്ത് നമ്മൾ വരുമ്പോൾ 2 കണ്ണിന് പകരം കഴുത്തിന് ചുറ്റും കണ്ണുണ്ടാവണം. നമ്മൾ അവർക്ക് മാതൃകയാവണം. അപ്പോൾ അവിടെ നമ്മൾ ജോലി കണ്ടെത്തുന്നിടത്തായാലും ഏത് കാര്യത്തിലായാലും അതൊരു ഭയങ്കര സ്ട്രഗിളിങ് ആണ്. അവിടെ ഈ 14 നിന്നും 11 നിന്നും ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഐ ആം എ വെരി സക്സസ്ഫുൾ മദർ. കാരണം എൻ്റെ 2 മക്കളും ഇന്നത്തെ ലോകത്തിൻ്റെ എല്ലാ തീച്ചുളകളും നീർക്കുഴികളും കണ്ട കുഞ്ഞുങ്ങളാണ്. എന്നിട്ട് അവരത് തിരിച്ചറിഞ്ഞിട്ടാണ്. അല്ലാതെ ഞാൻ ഈ 2 പേരെയും പൂട്ടിക്കെട്ടി വളർത്തിയ ഒരമ്മയല്ല. 2 പേരും സമൂഹത്തിൻ്റെ എല്ലായിടത്തേക്കും, അതായത് അവർ ഒറ്റയ്ക്ക് ഇന്ന് സഞ്ചരിക്കാനും ഒറ്റയ്ക്ക് കാലിൽ നിൽക്കാനും അവരെ പ്രാപ്തരാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാനൊരു അമ്മ സക്സസ്ഫുൾ ആയത്. അവരുടെ ലൈഫ് ഇപ്പോൾ വിവാഹം കഴിപ്പിച്ചയച്ചു അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി, അങ്ങനെയല്ല. ഇന്ന് ഐ ആം വെരി ഹാപ്പി. ഇന്നിപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞില്ല, മരണം എപ്പോൾ വേണേലും വരാം. ഇന്ന് ഇവിടെ ഇരുന്ന് എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പേടിയില്ല. കാരണം എൻ്റെ മക്കൾ 2 പേരും സ്വന്തം കാലിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അവിടെയാണ് പാരൻറ്റിങ്ങിൻ്റെ ഭയങ്കര ഒരു ഇത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇപ്പോൾ അവരോട് ഇപ്പോൾ നാദിറയെ അവർക്ക് പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തണ്ട. അവർക്ക് നാദിറ ഒരു ചേച്ചിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നില്ല, നാദിറ എന്നെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എനിക്കിവർ എൻ്റെ മക്കളെ പോലെയാണ്. ഇപ്പോൾ ഒത്തിരി പേരുള്ളവരില്ലേ. അപ്പം അതുകൊണ്ട് ഇവരെ പോലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഏതൊരു സമൂഹത്തിൻ്റെ, നമ്മളെപ്പോഴും ഈ പറയുന്ന ട്രാൻസ്ഫോർമേറ്റീവ് താഴേക്കല്ലോ, അങ്ങനെയൊന്നും അല്ല കേട്ടോ, സോറി, അവരെ പോലും എൻ്റെ കുഞ്ഞുങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ തീച്ചുളകളിൽ അവർ തിരഞ്ഞെടുത്ത കുറേ പാഠങ്ങളാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്, ശാലിനി ചേച്ചി 2 മക്കളും വളരെ സുഹൃത്തുക്കളാണ്. എങ്ങനെയാണ് അവർ നമ്മളുമായിട്ട് ഈ പറഞ്ഞ പോലെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കാം. അവരുടെ ഇടപെടൽ, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം, അവരുടെ സുഹൃത്തുക്കളെ അവരെങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് എന്നെയും അവർ പരിചയപ്പെടുത്തുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. വലിയ സന്തോഷമാണ്. അത് ഉറപ്പായിട്ടും ശാലിനി ചേച്ചി നടത്തിയൊരു വലിയൊരു പോരാട്ടം തന്നെയാണ്. അതിന് മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാകട്ടെ. പറഞ്ഞതുപോലെ സിംഗിൾ പാരൻറ്റിംഗ് ആയിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്കും അവർക്ക് വലിയൊരു പ്രചോദനമാകട്ടെ എന്നുള്ളതാണ്.
നമുക്ക് ശൈലജ ചേച്ചി, നമ്മൾ പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പം നിരന്തരം കാണുന്ന ഒരു വാർത്തയാണ് ലഹരിയുടെ ഉപയോഗമൊക്കെ തന്നെ. നമ്മൾ പ്രത്യേകിച്ച് സാമൂഹ്യ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ശൈലജ ചേച്ചി. അപ്പം എങ്ങനെയാണ് നമ്മൾ എല്ലാ മേഖലകളിലും ഇതുണ്ടെങ്കിൽ പോലും, പക്ഷേ നമ്മൾ വാർത്തകളിലേക്ക് എത്തുന്ന സമയത്ത് സിനിമാ മേഖലയെ വളരെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് മാത്രമല്ലല്ലോ, ബിസിനസ് മേഖലയിൽ ഇതുണ്ട്, ഗവൺമെൻറ് മേഖലയിൽ ഇതുണ്ട്. അപ്പം എല്ലാ മേഖലയും ചർച്ചയാകപ്പെടേണ്ടതില്ലേ? എങ്ങനെയാണ് ഈ വിഷയത്തിൽ ശാലിൻ്റെ അഭിപ്രായം പറയുക? ലഹരി അതിപ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി വെക്കേണ്ട കാര്യമല്ല, സമൂഹത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതൊരു സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ് എ മദർ എന്നുള്ള രീതിയിൽ, സാമൂഹ്യ പ്രവർത്തക രണ്ടാമതാണ്, ഒരു മദർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, പാരൻസ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പണ്ട് കാലത്ത് നമ്മുടെ പാരൻസിനോട് നമ്മൾ ഷെയർ ചെയ്യും. നമ്മുടെ പാരൻസിന് നമ്മുടെ മുറിയിൽ കയറാൻ അനുവാദം ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. പ്രൈവസി വേണം, പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇടപഴകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാറ്റം തിരിച്ചറിയാൻ പറ്റുന്നത് നിങ്ങൾക്കാണ് ആദ്യം. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മാറ്റത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അവിടെ അവരെ ശിക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാവണം. നിങ്ങൾ ബാധ്യസ്ഥരാവാത്തത് കൊണ്ടാണ് അവരതിനെ പിടിക്കപ്പെടാതെ വരികയും പുറം ലോകത്തോട്ട് അവർ മാറും. അപ്പോൾ ലഹരി ആദ്യം മുതൽ നമ്മൾ തുടങ്ങേണ്ടത് വീടുകളിലാണ്. അതിനെ തുടച്ചു മാറ്റേണ്ടത് വീടുകളിലാണ്. അതിപ്പോൾ കുഞ്ഞുങ്ങളെന്ന് മാത്രമല്ല കേട്ടോ, പ്രായമുള്ളവരത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിക്കാൻ ഇവിടെ ഒരാളും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകൾ കുറവാണ്. ഒന്നില്ലെങ്കിൽ അവരുടെ സമൂഹത്തിൻ്റെ ഭാഗമാകും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകും. ഇവിടെ രണ്ടിടത്തുമാണ് അത് മാറ്റപ്പെടേണ്ടത്. എല്ലാ തൊഴിൽ മേഖലകളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടവും മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ട് ഫ്രം ഈ റൂട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ. റൂട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ മാറ്റം ഉണ്ടാകും. അതൊരു എൻ്റെ മകൻ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മകന് കൗൺസിലിംഗ് കൊടുക്കാൻ ഒരമ്മ തയ്യാറാകുന്നിടത്ത്, എൻ്റെ ഹസ്ബൻഡ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കൗൺസിലിംഗ് കൊടുക്കാൻ ഭാര്യ തയ്യാറാകുന്നിടത്താണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ രണ്ടിടത്തും ഉണ്ടാവണം. ഉറപ്പായിട്ടും ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം ഇത് എല്ലാ മേഖലയിലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മാധ്യമങ്ങൾ കുറച്ചും കൂടി അത് ശ്രദ്ധിച്ച് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാം ഒരു അവയർനെസ് തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പം സ്ത്രീയായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും മോശമായ പെരുമാറ്റങ്ങൾ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ കുറേ അധികം സ്ട്രഗിളിങ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ലൈഫിൽ ഏതെങ്കിലും ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതെങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ സാധിച്ചു? ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു വലിയൊരു പ്രചോദനമായിരിക്കും. അതിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ടുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ 5 വർഷം കൊണ്ടാണ് ഞാനൊരു സംരംഭക മേഖലയിലേക്ക് ഞാൻ വന്നത്. 2020 മാർച്ച് 23-നാണ് കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ അന്നാണ് ഞാൻ സംരംഭകയായിട്ട് മാറുന്നത്. ആ 5 വർഷം കൊണ്ടുള്ള ഒരു മാറ്റമാണ്. ഈ 5 വർഷം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സംരംഭക നമ്പർ, എൻ്റെ ബിസിനസ് നമ്പർ ഇക്കഴിഞ്ഞ ജനുവരി 6-ാം തീയതി അത് മിസ്യൂസ് ചെയ്യപ്പെട്ടു. അത് മിസ്യൂസ് ചെയ്യപ്പെടുകയും അത് മനസ്സിലാക്കുകയും ആ മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അത് അനാവശ്യമായുള്ള ഗ്രൂപ്പുകളിലേക്ക് സ്പ്രെഡ് ആവുകയും അവിടെ ഞാനത് തിരിച്ചറിയുന്നു. ഞാൻ ആദ്യം ഒന്ന് പതറി, പക്ഷെ രണ്ടാമത് ഞാൻ അതിനെ എടുത്ത നിലപാടെന്ന് പറയുന്നത് നേരിട്ട് എൻ്റെ സൗഹൃദങ്ങളിൽ ചിലരോട് ചോദിക്കുകയും ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അവിടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറേ പേര് എന്നോട് പറഞ്ഞുവെങ്കിലും നിയമം ഇന്നും പിന്തുണ നൽകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിലാണ് ഞാൻ അവിടെ പോയത്. അത് കൃത്യമായിട്ട് നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എനിക്ക് ഇന്ന് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള 3 പേര്, അതിലുള്ളവരെ കണ്ടുപിടിച്ചു, അതിലുള്ള ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിലവർ റിമാൻഡ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം 1 മാസം കൊണ്ട് നടന്നു. അപ്പോൾ ചിലരപ്പോൾ അവിടെ പറഞ്ഞു, അത് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സാമൂഹ്യ പ്രവർത്തകയായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയ പ്രിവിലേജ് ആയിരിക്കും. അല്ല കേട്ടോ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മാത്രം കിട്ടിയ പ്രിവിലേജ് അല്ല. ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ നിയമം നമ്മുടെ കൂടെ നിൽക്കും. അവിടെ നമ്മൾ കലർപ്പില്ലാതെ കൂടെ നിൽക്കണം. നിയമത്തിനോട് കൃത്യമായി നിന്ന് കഴിഞ്ഞാൽ നിയമം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. എവിടെയെങ്കിലും നമ്മൾ കലർപ്പ് കാണിക്കുമ്പോഴാണ്. അപ്പോൾ ഏതൊരു ഇഷ്യൂ ഉണ്ടാവട്ടെ, ഇന്ന് എവിടെയെങ്കിലും വണ്ടി ചിലപ്പോൾ സ്ട്രക്കായി പോയി, രാത്രി യാത്ര ചെയ്യുന്ന ആൾ സ്ട്രക്കായി കഴിഞ്ഞാൽ ഞാൻ ഉടനെ 100-ൽ വിളിക്കും. എന്നിട്ട് പറയാം എൻ്റെ വണ്ടി ഇങ്ങനെയാണ്, ഇത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ചിലരൊക്കെ, അത് എല്ലാ സംവിധാനങ്ങളിലും ഉണ്ടല്ലോ, ചില പൊയ്മുഖങ്ങൾ ഉണ്ടാവാറുണ്ട്, ചില പുഴുക്കുത്തുകൾ എല്ലാ സംവിധാനങ്ങളിലുണ്ട്. പക്ഷെ അതല്ലാതെ നന്മയുള്ള മനുഷ്യരും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തുറന്ന് പ്രതികരിക്കുക,
അതാണ്. പ്രതികരണം അത്യാവശ്യമാണ്. ഈ പ്രതികരിക്കുന്നിടത്ത് മതി. പണ്ട് പറയുന്ന പോലെ കരയുന്ന കുഞ്ഞിനെ ഇന്നും പാലുള്ളൂ അന്നും പാലുള്ളൂ. ഒന്നും മിണ്ടാതിരുന്നിട്ട് എന്നെ ആരും നോക്കുന്നില്ല എടുത്തു കൊണ്ട് കാര്യമില്ല. നമ്മൾ അധ്വാനിക്കുക, ഫലം കാണും. പ്രതികരിക്കുക, നമുക്ക് ഉത്തരം കിട്ടും. അതിപ്പോൾ എവിടെയാണെങ്കിലും അത് തുറന്ന് പ്രതികരിക്കുന്നിടത്ത് ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക നിക്നെയിമൊക്കെ വരും, തൻ്റെ ഇടി എന്നൊക്കെ. പക്ഷേ ഒരല്പം തൻ്റെ ഇടം സ്ത്രീക്കെന്നല്ല, ആർക്കുണ്ടാകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇന്ന് ജീവിക്കണമെങ്കിൽ ഒരല്പം വേണം. അതാണ്. പലപ്പോഴും പ്രേക്ഷകർക്കൊരു ചോദ്യം തോന്നിയിട്ടുണ്ടാവാം, എന്തുകൊണ്ട് ഇത്തരം വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതൊരു അനുഭവമാണ്. ഈ അനുഭവം ഒരു അറിവാണ്. ഈ ശാലിനി ചേച്ചി പങ്കുവയ്ക്കുന്ന ഒരു അറിവ് എന്നുള്ളത് നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് ഒപ്പം നിൽക്കാൻ ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ കാണണം, അത് തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ സമത്വത്തെ പറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഇനിയും ഒരു 10 വർഷം കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സമത്വങ്ങളൊക്കെ സാധ്യമായിട്ടൊരു നേരായിട്ടുള്ള വഴിയിൽ കൂടെ തന്നെയാണോ പോകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അകത്ത്? എന്ത് തോന്നുന്നു? ഞാൻ സമത്വം എല്ലായിടത്തും, ഞാൻ പറഞ്ഞല്ലോ, അവിടെയും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു മുറിക്കകത്തൊന്നും ഒരു സമത്വം ഉണ്ടാവത്തില്ല. കം ഔട്ട്, പുറത്തോട്ട് വരണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു ക്രൈസിസിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ട് ഞങ്ങൾ അതിനകത്ത് തന്നെ കിടന്നിരുന്നെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അറിയില്ല. എൻ്റെ മകൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്നെ എങ്ങനെയെങ്കിലും +2 പഠിപ്പിക്കും, ഞാനൊരു റിസപ്ഷൻ ജോലി ചെയ്യാമെന്ന. ചെയ്താൽ കടം വിട്ടാണ്. പക്ഷെ ഇന്ന് അവൾ ഒരു ഡോക്ടർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വർക്ക് ചെയ്തോണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ട്. 2020 ആരും അറിയാതിരുന്ന എന്നെ ഇന്ന് 2025 ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായ നിലയിൽ പാഠപുസ്തകത്തിൽ വരെ വിഷയങ്ങൾ എന്നെ പഠിക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും സമത്വമുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു കൂട് പൊട്ടിച്ചിട്ട് പുറത്തോട്ട് വരണം. എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ പറയണം. എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആദ്യം ഞാൻ ബോധവാനാകണം കേട്ടോ. എനിക്ക് അവകാശമുണ്ട്, അത് ബോധവാനായി അതിനെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യം വേറൊരാളുടെ കയ്യിലല്ല, അത് എൻ്റെ കയ്യിലാണ്. അത് നേടിയെടുത്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ ഈ സമത്വം എന്നെ ചേർത്ത് പിടിക്കും. ഓക്കെ, മറ്റെല്ലാ നേട്ടങ്ങളെക്കാളും വലിയൊരു നേട്ടമാണ് പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. ആ ഒരു സന്തോഷം പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് പാഠപുസ്തകത്തിൽ വന്നതുപോലെ മാത്രമല്ല, ഇന്ന് 2 ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അവരുടെ MBAക്ക് എൻ്റെ ഓൺട്രപ്രണർ ജേർണി തിരഞ്ഞെടുത്തത്. അതുപോലെ SSK ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കഴിഞ്ഞ വർഷം 14 ജില്ലകളിലെയും കുട്ടികൾക്ക് അവരുടെ ഫാക്കൽറ്റീസിന് അതിനെക്കുറിച്ച് ചർച്ചാ വിഷയമാകാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത്ര കാര്യമുള്ളൂ, ആ ഷെല്ലിനകത്ത് നിന്ന് പുറത്ത് വന്നാലേ ഓരോ ജീവിതങ്ങളും പാഠമാവുള്ളൂ. എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ പ്രശ്നങ്ങൾ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. ചിലർ നമ്മളോട് പറയും, ഒന്നും ആരോടും പറയരുത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യപ്പെടും, നെഗറ്റീവ് ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പറയുന്നത്, ഞാൻ തുറന്നു പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് സൊല്യൂഷൻസ് കിട്ടിയത്. സൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ചർച്ച ചെയ്യപ്പെടണം. ചർച്ചകളിൽ നിന്നാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സൊല്യൂഷനുകളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതും പാഠങ്ങളാകുന്നതും. അപ്പോൾ അത്തരം സൊല്യൂഷനുകളാണ് എന്നെ ഇന്ന് പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കിയതും ഒരു പഠന വിധേയമാക്കിയതും. ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഒത്തിരി സന്തോഷമുണ്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ. ഞാൻ പറഞ്ഞതുപോലെ കുറേയധികം നേട്ടങ്ങൾ നേടിയിട്ടുള്ള വലിയൊരു ധീരമായിട്ടുള്ള വനിതയാണ് എനിക്കൊപ്പം ഇരിക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ന്യൂസ് 18 പ്രേക്ഷകർക്ക് ഇതുകൊണ്ട് കുറേ അധികം അറിവ് കൂടി പങ്കുവയ്ക്കാൻ ഈ അവസരത്തിൽ സാധിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ അതിഥി ഇവിടെ അവസാനിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടി നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷം. താങ്ക് യു. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.